ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജാൻമോണി എത്തിയതിനു ശേഷം മത്സരാർത്ഥികളുടെ അടുത്തൊക്കെ പോയി സംസാരിച്ചു, എല്ലാവരെയും കെട്ടിപ്പിടിച്ചു. ഋഷിയാണെങ്കിൽ ഒരു 10-20 വട്ടമായാലും കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജാസ്മിനെ ഒരു 15 വട്ടമായാലും കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജിൻഡോയും കെട്ടിപ്പിടിച്ച് വലിയ രസമായിരുന്നു. പുള്ളിക്കാരിക്ക് വലിയ സന്തോഷമായി. കാരണം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകരുതെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ജാൻമോണിയാണ്. വലിയ സങ്കടമായിരുന്നു പുള്ളിക്കാരിക്ക് എവിറ്റായി പോയ സമയത്ത്. അന്ന് മുതലേ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമായിരുന്നു, എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ജാൻമോണി. എന്നാൽ ഇപ്പോൾ തിരിച്ചു വന്ന സമയത്ത് അർജുൻ ഒഴിച്ച് ബാക്കി എല്ലാവരോടും ജാൻമോണി നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. അർജുനോട് സംസാരിക്കാത്തതിന്റെ കാരണം അർജുൻ ചെയ്ത ചില പ്രവൃത്തികളാണ്. അർജുൻ പറഞ്ഞ പല കാര്യങ്ങളും ജാൻമോണി വെളിയിൽ പോയി കണ്ടു കാണും. കാരണം പറഞ്ഞു കഴിഞ്ഞാല് ജാൻമോണി ഒരു ദിവസം മയങ്ങി വീണത് പോലും അർജുൻ പറഞ്ഞിരുന്നു അത് ചുമ്മാതാണ്, അടവാണ്, കണ്ണനങ്ങുന്ന ഞാൻ കണ്ടു. അതോടൊപ്പം തന്നെ ഭാരം കൂടിയില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ ആ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് പറയുകയുണ്ടായി. അങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ അർജുൻ പറഞ്ഞതോടു കൂടിയാണ് ജാൻമോണിക്ക് ആ ഒരു ദേഷ്യം അർജുനോടുള്ളത്. അതിനിപ്പോ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അതിനിപ്പം അർജുന്റെ ശ്രീധുവിനോട് പറയുന്നുണ്ട്, ജാൻമോണി എന്നെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു, അതോടൊപ്പം തന്നെ ശരണ്യം വന്ന് എന്നെ അവോയ്ഡ് ചെയ്യുമോ എന്ന് എനിക്ക് പേടിയുണ്ട്, അല്ലെ എനിക്ക് അത് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശ്രീധു പറയുന്നു, ഓ അങ്ങനൊന്നും ഇല്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്നെ ഒറ്റപ്പെടുത്തുന്ന പോലെയൊക്കെ അർജുൻ ഒന്ന് ആക്ട് ചെയ്യാൻ നോക്കിയെങ്കിലും അവിടെ ശ്രീധു നൈസായിട്ടൊന്ന് കൊടുത്തു എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് വരുന്നുണ്ട്, ജാൻമോണി ഇരിക്കുന്ന റൂമിലേക്ക് വരുന്നുണ്ട്. വരുമ്പോ സമയത്ത് ജാൻമോണി പറയുന്നുണ്ട്, നോറയായിട്ട് വേഷം ഇട്ടതൊക്കെ അടിപൊളിയായിരുന്നു, ഞാനായിട്ട് വേഷം ഇട്ടതൊക്കെ നല്ല രസമായിരുന്നു, നല്ല രീതിയിൽ ചിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ തന്നെ അർജുന് ഒരു ഇതുണ്ട് ജാൻമോണിയുടെ അടുത്ത്. അതുപോലെ തന്നെ ജാൻമോണിക്ക് തിരിച്ചും അർജുന്റെ അടുത്ത് ഒരു ഇതുണ്ട്. അത് ഞാൻ മനസ്സിലായതാണ്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും. എല്ലാവർക്കും ബൈ.